മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൻ വിവേക് കിരണിന് സമൻസ് അയച്ചത് ലാവ്ലിൻ കേസുമായി ബന്ധപ്പെട്ടെന്ന് ഇഡി. എന്നാൽ സമൻസ് ലഭിച്ചിട്ടില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അധികാരത്തിന്റെ ഇടനാഴികളിൽ ഇല്ലാത്ത മക്കളെക്കുറിച്ച് അഭിമാനമുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അമിത്ഷായുമായുള്ള ബാന്ധവത്തിലൂടെയാണ് മുഖ്യമന്ത്രി സമൻസ് സെറ്റിൽ ചെയ്തതെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. ലാവ്ലിൻ കേസുമായി ബന്ധപ്പെട്ട് 2020 രജിസ്റ്റർ ചെയ്ത കേസിലായിരുന്നു മുഖ്യമന്ത്രിയുടെ മകൻ വിവേക് കിരണിന് ഇഡി സമൻസ് അയച്ചത്. ലാവ്ലിൻ കമ്പനി ഡയറക്ടറായിരുന്ന ദിലീപ് രാഹുലൻ വിവേക് കിരണിന്റെ വിദ്യാഭ്യാസ ചെലവിനായി പണം നൽകിയെന്ന വിവരത്തെ തുടർന്നായിരുന്നു സമൻസ്. വിവേക് വിദേശത്തായതിനാൽ സമൻസ് മടങ്ങി. കേസ് സുപ്രീം കോടതിയുടെ പരിഗണനയിലിരിക്കുന്നതിനാൽ തുടർ നടപടികളും ഇഡി സ്വീകരിച്ചില്ല. എന്നാൽ മകനെതിരെ ഉയർന്നുവന്ന ആരോപണങ്ങളെ മുഖ്യമന്ത്രി പൂർണ്ണമായും തള്ളിക്കളഞ്ഞു. അഴിമതിയുടെ കറപുരളാത്ത ജീവിതമാണ് തന്റേത്. അതിന് എല്ലാ പിന്തുണയും നൽകുന്ന മക്കളെക്കുറിച്ച് തനിക്ക് അഭിമാനമുണ്ട്. മകൾക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ ചീറ്റിപ്പോയതോടെയാണ് മകനെതിരായ ഗൂഢാലോചന. ഇഡിയുടെ ഒരു സമൻസും തന്റെ കുടുംബത്തിൽ ആർക്കും ലഭിച്ചിട്ടില്ല. വന്നില്ലെങ്കിൽ എൻ്റെ അവിടെ വരണ്ടേ? അതല്ലേ ഞാൻ പറഞ്ഞത്. ഞങ്ങളാരും അത് കണ്ടിട്ടില്ലല്ലോ ഇതുവരെ. അല്ല, എൻ്റെ കയ്യിൽ ഇതുവരെ കിട്ടിയിട്ടില്ല. ഞങ്ങൾ കണ്ടിട്ടില്ല, ഞങ്ങളാരും കണ്ടിട്ടില്ല. ഈ മകൻ അങ്ങനെ ഒരു സാധനം കിട്ടിയതായിട്ട് ഇതുവരെ മകൻ എന്നോട് പറഞ്ഞിട്ടുമില്ല. സമൻസ് ലഭിച്ചെന്ന പാർട്ടി ജനറൽ സെക്രട്ടറി MA ബേബിയുടെ പ്രതികരണം വസ്തുതകൾ മനസ്സിലാക്കാതെയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. എന്നാൽ അമിത്ഷായും മുഖ്യമന്ത്രിയുമായുള്ള ബന്ധം ഉപയോഗിച്ചാണ് സമൻസ് സെറ്റിൽ ചെയ്തതെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. പ്രത്യുപകാരമായി BJPക്ക് തൃശൂരിൽ ജയിക്കാൻ അവസരമൊരുക്കി കൊടുത്തെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. പാർട്ടിക്കാരോട് പറഞ്ഞിട്ടില്ല, മന്ത്രിമാരോട് പറഞ്ഞിട്ടില്ല. എന്തിനാണ് അത് മൂടി വെച്ചത്? പിന്നെ ഇത് സെറ്റിൽ ചെയ്യാണ് ചെയ്തത്. ഞങ്ങളെപ്പോഴും ആരോപിക്കുന്നത് CPM BJP ബാന്ധവമുണ്ട്. അമിത്ഷാ ഉൾപ്പെടെയുള്ളവരുമായി മുഖ്യമന്ത്രി ഒരു ബന്ധം പുലർത്തുന്നുണ്ട്. എന്തുകൊണ്ടാണ് 2 വർഷക്കാലം നോട്ടീസ് പൂഴ്ത്തിവെച്ചതെന്ന് ഇഡി വ്യക്തമാക്കണമെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും പ്രതികരിച്ചു. വിഷയം വരും ദിവസങ്ങളിൽ പ്രധാന പ്രചാരണ ആയുധങ്ങളിൽ ഒന്നാക്കാനാണ് പ്രതിപക്ഷത്തിന്റെ നീക്കം. മീഡിയ 1 തിരുവനന്തപുരം.